എല്ലാവർക്കും മാരിയ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു മുൻപ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ അലീന ഒരുങ്ങി സുന്ദരിയായി വരുന്ന സമയത്ത് ബാലചന്ദ്രൻ അലീനയെ നോക്കി പറയുവാണ്, മോളെ ഇങ്ങനെ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ സമയവും സന്ദർഭവും എല്ലാം മാറിപ്പോയി. എന്നിട്ട് സങ്കടപ്പെട്ട് ബാലചന്ദ്രൻ നിൽക്കുവാണ്. അതിനുശേഷം ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, നമുക്കിനി ഇറങ്ങിയാലോ? ഇറങ്ങാമെന്ന് അലീനയും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയം തന്നെ രോഹിത് അവിടെ നിപ്പുണ്ടായിരുന്നു. അലീന ഭയങ്കര വിഷമത്തോടു കൂടി തന്നെ രോഹിത്തിനോട് പറയുവാണ്, അവനെ രണ്ടനിയത്തിമാരെയും നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. നീ അവരെ നന്നായിട്ട് തന്നെ നോക്കിക്കോളണം. പിന്നെ അച്ഛന്റെ കാര്യം നിനക്കറിയാലോ, അച്ഛന്റെ ഒപ്പം തന്നെ നീ നിന്നോളണം. നിങ്ങൾ എല്ലാവരും ഇടയ്ക്ക് മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. അച്ഛൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്, നീ മറന്നു പോകരുത്. പിന്നെ അലീന പറയുന്ന സമയത്ത് വിങ്ങിപ്പൊട്ടി നിൽക്കുവാണ് നമ്മുടെ രോഹിത്ത്. ഒന്നും തന്നെ പ്രത്യേകിച്ച് പറയുന്നില്ല. അലീന പറയുന്ന വാക്കുകളെല്ലാം കേട്ട് നിൽക്കുവാണ് ചെയ്യുന്നത്. രോഹിത്താണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം മനസ്സിൽ അടക്കി പിടിച്ച് നിൽക്കുവാണ്. എന്നിട്ട് അലീന പറയുവാണ്, നിന്നെ ഞാൻ ഉപദേശിക്കുകയൊന്നും ചെയ്യുന്നില്ല. നീ ഇനി തെറ്റൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പെനിക്ക് തന്നേക്കുവല്ലേ? എനിക്ക് വിശ്വാസമാണ്. നീ എല്ലാം നോക്കിയും കണ്ടും ചെയ്തോളണം. ചേച്ചി പോകുക. നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാം. എനിക്ക് പറയുന്ന സമയത്തും അലീനയ്ക്ക് ഭയങ്കര വിഷമം തോന്നുവാണ്. കേട്ടെ മോനെ എന്ന് ഒന്നുകൂടെ അലീന പറഞ്ഞിട്ട് ബാഗ് എടുക്കുന്നുണ്ട്. ഈ സമയം തന്നെ നമ്മുടെ രോഹിത്ത് ആ ബാഗും എടുത്തുണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയം തന്നെ അങ്ങോട്ടേക്ക് കൃഷ്ണമോൾ എത്തുന്നുണ്ട്. ഈ സമയം തന്നെ നമ്മുടെ ബബിത റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവള് നിൽക്കുവാണ് അവിടെ. ഈ സമയം ബബിതയുടെ അടുത്തേക്ക് അലീന പോകുമ്പോ ബബിത ചോദിക്കുവാണ്, എന്നത്തിന് എന്റെ അടുത്തേക്ക് വന്നത്? യാത്ര ചോദിക്കുവാനാണോ? എന്നോട് ആരും യാത്ര ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞതല്ലേ. സമയത്ത് അലീന ചോദിക്കുവാണ്, മോളെ ഞാൻ എല്ലാവരോടും യാത്ര ചോദിക്കണ്ടേ? എന്നോട് യാത്ര ചോദിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? എനിക്കത് ഇഷ്ടമല്ല പറഞ്ഞിട്ട് ബബിത റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ഈ സമയം തന്നെ ആകെ വിഷമത്തോടു കൂടി നോക്കി നിൽക്കുവാണ് അലീന. ഈ സമയം തന്നെ കൃഷ്ണമോള് പറയുവാണ്, അത് കാര്യമാക്കണ്ട ചേച്ചി, അവളുടെ കാര്യം ചേച്ചിക്ക് അറിയാവുന്നതല്ലേ, ആരമില്ല എന്ന് കൃഷ്ണമോള് പറയുവാണ്. അലീന കൃഷ്ണമോളോട് പറയുവാണ്, ഈ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളണം കേട്ടോ, ആയിട്ട് തന്നെ പഠിച്ചോളണം. ഇന്നു മുതൽ അച്ഛന്റെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കിക്കൊള്ളണം. എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ, ചേച്ചി പറഞ്ഞു തന്നിരിക്കുന്നത് പോലെ എല്ലാം ചെയ്യാം എന്ന് കൃഷ്ണമോള് പറയുവാണ് അലീനയോട്. പിന്നെ അമ്മ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അമ്മ അച്ഛനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്യാൻ പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മോള് അമ്മയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. എല്ലാം അറിയാവുന്നതാണല്ലോ. പിന്നെ മോൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന കാര്യം അച്ഛനും അറിയാം. അതുകൊണ്ട് തന്നെ മോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോളണം എന്ന് അലീന പറയുവാണ്. ഈ സമയം തന്നെ കൃഷ്ണമോള് പറയുവാണ്, എനിക്ക് വിഷമവും സങ്കടവും എല്ലാം ഒന്നിച്ചു വരുന്നുണ്ട് ചേച്ചി. ഈ സമയം തന്നെ അലീന പറയുവാണ്, മോള് വിഷമിക്കൊന്നും വേണ്ട, എന്റെ വീടാണ്. ഈ വീട്ടിലുള്ള എല്ലാവരും എന്റെ കൂടപ്പിറപ്പുകളും അച്ഛനും അമ്മയും ഒക്കെയാണ്. എനിക്കറിയാലോ, എവിടെ പോയാലും ഇതാണ് എന്റെ വീട്. ഒരു ബോധ്യം എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട, ഈ നമ്മള് കാണും. ഒക്കെ അലീന പറഞ്ഞു കൊടുത്ത് നമ്മുടെ കൃഷ്ണമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയം തന്നെ കൃഷ്ണമോള് പറയുവാണ്, ഇനി ചേച്ചി കൂടുതലൊന്നും പറയണ്ട, ചേച്ചി പൊയ്ക്കോ, അല്ലെങ്കിൽ എനിക്കിനി സങ്കടം സഹിക്കാൻ കഴിയത്തില്ല. ഈ സമയം തന്നെ നമ്മുടെ അലീന കൃഷ്ണമോളെ ഒന്ന് ചേർത്ത് പിടിച്ച് കയ്യിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവരിങ്ങോട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അലീനയും കൃഷ്ണമോളും പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയം നമ്മുടെ ബാലചന്ദ്രൻ കാറിന്റെ അടുത്ത് തന്നെ നിപ്പുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കുവാണ്, ഇനി വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് പോകാം, കുറച്ച് ദൂരെ യാത്ര ചെയ്യാനുണ്ട്. ബാലചന്ദ്രൻ പറയുവാണ്. ഈ സമയം തന്നെ അലീന കൃഷ്ണമോളെയും രോഹിത്തിനെയും ഇങ്ങനെ നോക്കിയിട്ട് അകത്തേക്ക് നോക്കുന്നുണ്ട്. ബബിത ഇറങ്ങി വന്നിട്ടില്ല. ഈ സമയം തന്നെ രോഹിത് ആണെങ്കിൽ ബാഗ് എടുത്ത് വണ്ടിയിൽ വെച്ചു കഴിഞ്ഞു. ഈ സമയം തന്നെ കൃഷ്ണമോൾക്ക് മനസ്സിലാകുന്നുണ്ട് ബബിതേച്ചിയെ പുറത്തേക്ക് കാണാത്തത് കൊണ്ടാണ് അലീനേച്ചി വിഷമത്തോടു കൂടി അങ്ങോട്ട് നോക്കി നിൽക്കുന്നതെന്ന്. ഈ സമയം തന്നെ കൃഷ്ണമോള് പറയുവാണ്, ബബിതേച്ചിയെ കൂടെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ സമയം തന്നെ നമ്മുടെ അലീനയും ബാലചന്ദ്രനും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുവാണ്, മോളെ വേറെ കാര്യമൊന്നുമില്ലെങ്കിൽ നമുക്ക് പോണം കേട്ടോ മോളെ, കുറച്ച് ദൂരെ യാത്ര ചെയ്യാനുള്ളതല്ലേ. കൂടെ ബാലചന്ദ്രൻ അക്കാര്യം അലീനയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും ആകെ വിഷമത്തോടു കൂടിയാണ് ബാലചന്ദ്രന് നിൽക്കുന്നത്. സമയം തന്നെ കൃഷ്ണമോൾ അകത്തേക്ക് പോകുന്നു. ഇതയാണെങ്കിൽ അവിടെ വിഷമിച്ച് നിൽക്കുവാണ്. നമ്മള് പറയുവാണ്, ചേച്ചി ദേ അലീന ചേച്ചി പോകാൻ ഇറങ്ങി, ചേച്ചിയോട് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. ഈ സമയം തന്നെ ബബിത പറയുവാണ്, ഞാൻ വരുന്നില്ല. നമ്മൾ പറയുവാണ്, ഇത് എന്ത് സ്വഭാവമാ ചേച്ചി, അങ്ങോട്ടേക്ക് ഒന്ന് വാ എന്ന് പറയുമ്പോ ബബിത പറയുവാണ്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ യാത്ര പറയാനില്ല എന്ന്, നീ എന്തിനെ എന്നെ നിർബന്ധിപ്പിക്കുന്നത്? ഇങ്ങനെ പൊയ്ക്കോ ഇവിടെ എന്ന്
എന്ന് ബബിത പറയുവാണ്. ഈ സമയം തന്നെ കുറച്ചു നേരം വിഷമത്തോടെ നോക്കി നിൽക്കുവാണ് നമ്മുടെ ബബിതയെ. ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ അലീന പോകുന്നത് കാണാൻ ഒട്ടും തന്നെ കഴിയില്ല. അതുകൊണ്ടാണ് ബബിത ഒരു കാരണവശാലും യാത്ര അയക്കാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറയുന്നത്. അതേസമയം തന്നെ പുറത്തു നിന്നുകൊണ്ട് രോഹിത് അലീനയോട് പറയുവാണ്, ഇത് ഇനി വരുമെന്ന് തോന്നുന്നില്ല, അവൾക്ക് ഇതൊന്നും താങ്ങാൻ പറ്റത്തില്ല ചേച്ചി, അവൾ വരത്തില്ല, ചേച്ചി പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട്. ഈ സമയം തന്നെ വീണ്ടും ബബിത വരും എന്ന പ്രതീക്ഷയോടെ തന്നെ അലീന അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുവാണ്. ഈ സമയം തന്നെ റൂമിൽ നിന്നും കൃഷ്ണമോള് ഇറങ്ങി വരുന്നത് കാണുന്നുണ്ട്. ബബിതയില്ല. കൃഷ്ണമോള് അലീനയോട് പറയുവാണ്, ചേച്ചി ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. കേൾക്കുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് വിഷമാകുന്നുണ്ട്. ബാലചന്ദ്രൻ അതേസമയം പറയുവാണ്, വന്നില്ല അല്ലേ, സാരയില്ല, വന്ന് വണ്ടിയിലേക്ക് കയറ്. ഈ സമയം തന്നെ അലീന ഒന്നും കൂടെ രണ്ടുപേരെയും നോക്കുന്നുണ്ട്. ഒന്നും സംസാരിക്കുന്നതേ ഇല്ല അലീന. എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്തെങ്കിലും സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ എല്ലാവരും കരയുമെന്ന്. ഒരവസ്ഥയിലാണ് അവിടെയുള്ളവരെല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അലീന ഒന്നും പറയാതെ തന്നെ വണ്ടിയിൽ വന്ന് കയറുന്നുണ്ട്. വണ്ടിയിൽ കയറുന്നതിന് മുൻപ് തന്നെ ഒന്നും കൂടെ ബബിതയെ നോക്കുന്നുണ്ട്. ബബിത ഇങ്ങോട്ടേക്ക് എത്തുന്നോ എന്നൊക്കെ നോക്കുവാണ്. ശേഷം വണ്ടിയിലേക്ക് കയറിയിരിക്കുവാണ്. വണ്ടിയിലേക്ക് കയറിയിരിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നു, സീറ്റ് ബെൽറ്റ് ഇട്ടോളൂ. ഇങ്ങനെ വണ്ടി പയ്യെ മൂവ് ചെയ്തും ഫ്രണ്ടിലോട്ട് എടുക്കുമ്പോൾ ഇതിന്റെ ഗ്ലാസ് താഴത്തേക്ക് കൈയിട്ട് അവർക്ക് ടാറ്റ കൊടുക്കുന്നുണ്ട്. ഈ സമയം തന്നെ ഗ്ലാസ്സിലൂടെ അകത്തേക്ക് നോക്കുന്നുണ്ട് ബബിത ഇറങ്ങി വരുന്നുണ്ടോ എന്ന്. ഈ സമയം തന്നെ നമ്മുടെ ബബിതയ്ക്ക് അകത്ത് ഇരിക്കാനേ പറ്റുന്നില്ല. അലീനയിച്ച് പോകുന്നു എന്ന ഒരു ആയി കഴിഞ്ഞിരിക്കുന്നു. ഇത് തന്നെ ബബിത റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അകത്ത് നിന്ന് കാണുന്നുണ്ട് ദൂരേക്ക് വണ്ടി ഇങ്ങനെ പോകുന്നത്. കഴിഞ്ഞിട്ട് വിഷമിച്ച് ബബിത റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. പോയതിനു ശേഷം ആകെ സങ്കടപ്പെട്ട് പൊട്ടി കരയുവാണ് ബബിത. അതേസമയം തന്നെ കൃഷ്ണമോളും രോഹിത്തും അലീന പോകുന്നത് നോക്കി നിൽക്കുവാണ്. രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാകുന്നുണ്ട്. കൃഷ്ണമോൾക്ക് സങ്കടം കൂടി കരയുന്നുണ്ട്. സമയം തന്നെ രോഹിത്ത് കൃഷ്ണമോളെ ചേർത്ത് പിടിക്കുന്നുണ്ട്, ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രോഹിത്ത് ഇവിടെ നിന്ന് കയറി വരുന്ന കൃഷ്ണമോള് ബബിതയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, ചേച്ചി പോയി. ഈ സമയം ബബിത ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് അവിടെ. ഇതൊക്കെയാണെങ്കിൽ സങ്കടം വന്നിട്ട് വിങ്ങിപ്പൊട്ടി നിൽക്കുവാണ്. നീരൊക്കെ ഒഴുകുന്നുണ്ട്. ഇതൊക്കെ തുടച്ചു കളയുന്നുണ്ട്. കൃഷ്ണമോളെ കാണിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ സമയം നിന്റെ കൃഷ്ണമോള് ചോദിക്കുവാണ്, ചേച്ചി കരയുമായിരുന്നോ? ബബിത പറയുവാണ്, ആര് കരഞ്ഞു? ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല, കണ്ണെല്ലാം നിറഞ്ഞിരിപ്പുണ്ടല്ലോ എന്ന് കൃഷ്ണമോള് പറയുമ്പോ, ഇവിടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു, നീ നിന്റെ പാട് നോക്കി പോടി, ഒന്ന് ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് ബബിത. കൃഷ്ണമോള് അതേസമയം പറയുവാണ്, എന്താ ചേച്ചി, എന്നോട് ഇവിടെ നിന്ന് പോകാനല്ലേ ഞാൻ പറഞ്ഞത്? കൃഷ്ണമോള് അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോ നമ്മുടെ ബബിതയാണെങ്കിൽ പൊട്ടി പൊട്ടി കരയുവാണ്. കണ്ണെല്ലാം നിറഞ്ഞൊഴുകുന്നുണ്ട്. ആകെ സങ്കടപ്പെട്ട് വിഷമം കടിച്ചമർത്തിക്കുവാണ് ബബിത. കാണിക്കുന്നതെന്ന് വെച്ചാൽ ബാലചന്ദ്രനും അലീനയുമായിട്ട് വണ്ടിയിൽ അങ്ങനെ പോകുന്നുണ്ട്. വണ്ടിയിലിരിക്കുമ്പോഴും അലീനയ്ക്ക് ഭയങ്കര സങ്കടമാണ്, എല്ലാവരെയും വിട്ട് വന്നതല്ലേ. അലീനയുടെ കണ്ണെല്ലാം നിറഞ്ഞൊഴുകുന്നുണ്ട്. കണ്ണുനീരെല്ലാം തുടച്ചുകൊണ്ടേ ഇരിക്കുവാണ് അലീന. ഈ സമയം ബാലചന്ദ്രൻ ചോദിക്കുവാണ്, ഇത്രത്തോളം വിഷമം ാണ് ആ വീട്ടിൽ നിന്ന് ഈ പോരുന്നതെങ്കിൽ എന്തിനു വേണ്ടിയാണ്, എന്ത് നേട്ടത്തിന് വേണ്ടിയാണ് ഈ ഇതെല്ലാം സഹിച്ച് ഇങ്ങനെ ഒരു യാത്രയുടെ ആവശ്യം നിനക്കുണ്ടായിരുന്നോ മോളെ? മോള് തന്നെയാണ് പറഞ്ഞത് ഇനി ആ വീട്ടിൽ നിൽക്കാൻ കഴിയത്തില്ല, ഇവിടെ നിന്ന് പോകണമെന്ന്. അങ്ങനെ മോള് ഉറപ്പിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഒരു യാത്ര തന്നെ മോൾക്ക് വേണ്ടി വന്നത്. ബാലചന്ദ്രൻ പറയുമ്പോ അലീന സങ്കടപ്പെട്ട് ബാലചന്ദ്രന്റെ മുഖത്ത് നോക്കുവാണ്. സമയം ബാലചന്ദ്രൻ പറയുവാണ്, ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എനിക്ക് വേണ്ടിയോ വൈജയ്ക്ക് വേണ്ടിയോ അപ്പാട്ടൂരും ക്കാരുടെ അമ്മയ്ക്ക് വേണ്ടിയാണ് എന്ന് നീ പറഞ്ഞാൽ ഞാൻ അതൊരിക്കലും സമ്മതിച്ചു തരത്തില്ല. ആൾക്കാരുടെ താൽക്കാലിക വിജയത്തിന് വേണ്ടി മാത്രമാണ് ഈ യാത്ര. കുറച്ച് ദിവസം വൈജയന്തിയുടെ മനസ്സിൽ അവള് ജയിച്ചതായിട്ട് തോന്നും. അതല്ലാതെ ഇതിനപ്പുറം ആർക്കാണ് നേട്ടം? യാത്ര കൊണ്ട് ആർക്കാണ് നേട്ടം ഉണ്ടാകുന്നത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുവാണ്. സമയത്ത് സങ്കടപ്പെട്ട് അലീന പറയുവാണ്, ഈ ഒരു യാത്ര ആരുടെയും താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയല്ല, അച്ഛനെങ്കിലും അറിയാമല്ലോ, അച്ഛൻ അങ്ങനെ പറയരുതേ. സമയം അലീന പറയുവാണ്, അച്ഛൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമാണ്, എനിക്ക് ഒരുപാട് കൊതിയുണ്ടായിരുന്നു. എന്റെ അച്ഛനെയും അമ്മയും എന്റെ കൂടപ്പിറപ്പുകളെയും ഒക്കെ വിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അലീന പറയുമ്പോഴത്തേക്ക് ബാലചന്ദ്രന് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. ബാലചന്ദ്രൻ ആ സമയത്ത് കടിച്ചു പിടിച്ചിരിക്കുവാണ്. അലീന പറഞ്ഞതെന്നും സഹിക്കാൻ തന്നെ ബാലചന്ദ്രൻ ആകുന്നില്ല. അലീന അതേസമയം പറയുവാണ്, എനിക്കറിയാം ഞാൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷമമാണെന്ന്. പക്ഷെ അച്ഛൻ സന്തോഷത്തോടെ ഇരിക്കണം, അച്ഛൻ നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം. അച്ഛൻ ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ ബാക്കിയുള്ള കാര്യം എല്ലാം ശരിയാകൂ. അലീന പറയുന്നത് കേൾക്കുമ്പോൾ ബാലചന്ദ്രന് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. സമയം തന്നെ അലീന പറയുവാണ്, അച്ഛൻ അറിയാമോ എന്തോരം സന്തോഷിച്ചിട്ടുണ്ടെന്ന്. അച്ഛൻ എല്ലാവരോടും അലീന എന്റെ സ്വന്തം മകളാണെന്ന് പറയുമ്പോൾ ആ സന്തോഷം എന്റെ മുഖത്ത് ഇപ്പോഴും ഇല്ലേ? ബാലചന്ദ്രനോട് പറഞ്ഞിട്ട് ചിരിക്കുവാണ് അലീന. അലീനയുടെ ആ ചിരിയൊക്കെ കണ്ടിട്ട് ബാലചന്ദ്രൻ ചോദിക്കുവാണ്, ഈ ചിരി കണ്ടിട്ടാണോടി ബബിത എപ്പോഴും
അലീന എന്റെ മാനസപുത്രിയാണെന്ന് പറയുന്നത്. സമയം തന്നെ അലീനയ്ക്ക് ആ കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട്. ശേഷം വീണ്ടും അലീന പറയുകയാണ്, അച്ഛൻ സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ, അച്ഛൻ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മാത്രമേ എനിക്ക് സന്തോഷമാകുള്ളൂ എന്ന് അലീന പറയുന്നുണ്ട്. സമയത്തൊന്നും ബാലചന്ദ്രൻ ഒന്നും തന്നെ പറയുന്നില്ല. ബാലചന്ദ്രനാണെങ്കിൽ ഭയങ്കര സങ്കടം വരുന്നുണ്ട്. പിന്നെ ഓരോന്ന് പറയുമ്പോൾ കരഞ്ഞു പോകാതിരിക്കാൻ ബാലചന്ദ്രൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അലീന പറയുന്നതെല്ലാം കേട്ടിനോട്ട് യാത്ര ചെയ്യുവാണ് അവര്. ഇതിനിടയ്ക്ക് ശിവേട്ടനെയും ഗംഗേട്ടനെയും കാണിക്കുന്നുണ്ട്. എന്താണ് ശിവേട്ടന്റെ പ്ലാൻ? വൈജയന്തി ഇവിടെ നിന്ന് പോയതിനു ശേഷം ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെന്താ എന്ന് ചോദിക്കുമ്പോ ഗംഗേട്ടൻ പറയുവാണ്, അത് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വൈജയന്തി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചെന്നതിന് ശേഷം പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഒന്നും അറിയത്തില്ലല്ലോ. ഇതിനും കൂടെ ഒന്ന് ഉപദേശിച്ചിട്ട് വേണ്ട നിന്ന് പോകാൻ. ഈ സമയം തന്നെ ശിവൻ പറയുവാണ്, അവളെ ഉപദേശിച്ച് നേരെ ആക്കുന്നതിനേക്കാൾ ഇടയ്ക്ക് ബാലചന്ദ്രന്റെ വായിൽ നിന്ന് നമ്മൾ പോയി കേൾക്കുന്നതാണ് നല്ലതെന്ന് ആയിരിക്കും ശിവേട്ടൻ പറയുവാണ്. അതെ, വേറെയൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗദരൻ പറയുവാണ്, ഇനിയിപ്പോ എന്താ ചെയ്യാനെന്ന് അറിയത്തില്ല. ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും? സമയം തന്നെ ശിവൻ പറയുവാണ്, അതൊന്നും ഓർത്ത് ഗംഗേട്ടൻ സങ്കടപ്പെടേണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ. ഈ സമയം ഗംഗാധരൻ ചോദിക്കുവാണ്, ഇനി തിരിച്ചു പോകുന്നില്ലേ? അതേസമയം തന്നെ ശിവൻ പറയുവാണ്, എനിക്ക് അങ്ങനെ പെട്ടെന്ന് തിരിച്ചു പോകാൻ പറ്റത്തില്ല. ജയന്തിയുടെ കാര്യം മാത്രമാണ്. ഹരി അവന്റെ ജാമ്യം കൂടെ എങ്ങനെയെങ്കിലും നേടിയെടുക്കണ്ടേ? അതും കൂടെ എന്തെങ്കിലും ചെയ്തിട്ട് മാത്രമേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോഴും അവിടെ ജോലി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഗേട്ടന് പിന്നെ ജോലി പോകുമെന്ന പേടിയില്ലല്ലോ. അതേസമയം തന്നെ ഗംഗാധരൻ പറയുവാണ്, ജോലി പോകും എന്ന പേടിയില്ല, പക്ഷേ ഭാര്യ പോകുമോ എന്ന പേടിയുണ്ട്. പോക്ക് പോവുകയാണെങ്കിൽ അവൾക്ക് ആകെ ദേഷ്യമാകും. അവൾ പല കാര്യങ്ങൾക്കും എൻഗേജഡ് ആയിരിക്കുന്നത് കൊണ്ട് ഇപ്പോ പ്രശ്നമില്ല, അല്ലെങ്കിൽ അതും സീനായേനെ. അതേസമയം തന്നെ ശിവൻ പറയുവാണ്, ഞാൻ ഇനി പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാൽ രാജീവനെ വിളിച്ചോളാം, അല്ലെങ്കിൽ മനു ഇവിടെ ഉണ്ടല്ലോ, മനു എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനപ്പെടുത്തി വിട്ടോളും ബാലചന്ദ്രനെ, അവൻ അതിനൊക്കെയുള്ള കഴിവ് എന്ന് പറയുവാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സമയത്ത് അങ്ങോട്ടേക്ക് കമല എത്തുന്നുണ്ട്. കമല പറയുവാണ്, നിങ്ങൾ അറിഞ്ഞോ, അവൾ പോയി, ഇനി ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. സമയം തന്നെ ശിവൻ പറയുവാണ്, ആര് പോയി എന്നാ നീ പറയുന്നത്? അല്ല പറയുവാണ്, അവൾ പോയി, ആ അലീന. ആ കാര്യം ഞാൻ ഇപ്പോൾ അറിഞ്ഞതേ ഉള്ളൂ. അഞ്ചു ബബിതയെ വിളിച്ചായിരുന്നു, അന്നേരമാ അറിഞ്ഞത്. പിന്നെ വേറൊരു കാര്യവും ഞാൻ ചോദിച്ചില്ല, പോയെന്ന് അറിഞ്ഞ സന്തോഷത്തിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാന്ന് പറയുന്നുണ്ട്. ഗംഗാധരൻ ചോദിക്കുവാണ്, അവൾ എങ്ങോട്ടാ പോയതെന്ന് അറിഞ്ഞായിരുന്നു? അതൊന്നും അറിയത്തില്ല, എവിടേക്കോ ബാലചന്ദ്രൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും ഈ കുടുംബത്തിൽ നിന്ന് അവൾ പോയല്ലോ, ഇനി ഈ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അവൾ ഒറ്റ ഒരുത്തി കാരണമാണ് ഈ വീടിനകത്ത് ഇത്രയും പ്രശ്നം ഉണ്ടായത്. ഈ വീട്ടിലും നെടുമ്പുരയ്ക്കലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ അലീന കാരണമാണ്. അവൾ ഒറ്റയൊരുത്തി കാരണമാണ്. അവളുടെ കാലെടുത്ത് വെച്ച ആ നിമിഷം മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാ. ഇനിയിപ്പോ സമാധാനമായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങൾ ഇനി നോക്കിക്കോ, ഈ രണ്ട് വീട്ടിലും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇനി ഉണ്ടാകത്തില്ല. അതേസമയം തന്നെ ശിവൻ പറയുവാണ്, അത് നേരെ വീട്ടിലും ആ വീട്ടിലുമുള്ള എല്ലാവർക്കും പുതിയ ബിസിനസ് വേണമെങ്കിലും തുടങ്ങാം, നീ എല്ലാം വെച്ചടി കേറ്റമില്ലല്ലോ എന്ന് പറഞ്ഞ് ശിവൻ കളിയാക്കുമ്പോ മല പറയുവാണ്, നിങ്ങളിങ്ങനെ കളിയാക്കുകയൊന്നും വേണ്ട, അവള് അവിടെ നിന്ന് പോയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ. ഇതിന് പല കാരണങ്ങളും ഉണ്ട്. എന്റെ മോനെ കൈയും കാലും കാണിച്ച് മയക്കെടുത്തേക്കുമായിരുന്നില്ലേ, ഇനിയിപ്പോ ഇതൊക്കെ എങ്ങനെയാ നടക്കുന്നത് എനിക്കറിയണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് കമല സംസാരിക്കുന്നത്. ഈ സമയം വീണ്ടും കമല പറയുവാണ്, ജയിലിൽ പോകാൻ പോലും കാരണം അവളാണ്. ഈ സമയം തന്നെ ഗംഗാധരൻ ചോദിക്കുവാണ്, എന്തിനാ കമലെ ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കുന്നത്? ഹരി ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ അവന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് തന്നെയാണ്. അവൻ ചെയ്ത കുറ്റത്തിന്റെ വലിപ്പം അത്രത്തോളമുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇപ്പോഴും ജയിലിൽ തന്നെ കിടക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി തെറ്റ് തിരുത്തുകയാണ് വേണ്ടത്, അല്ലാതെ അതിനെ വീണ്ടും ന്യായീകരിക്കുകയല്ല ചെയ്യേണ്ടത്. സമയം തന്നെ ഗംഗാധരനോട് എതിർത്ത് പറയാൻ വയ്യാത്തത് കൊണ്ട് പല ഒന്ന് അടങ്ങുന്നുണ്ട്. ഈ സമയം തന്നെ ശിവൻ പറയുവാണ്, നിനക്കൊക്കെ സമാധാനമായല്ലോ, ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇങ്ങനെ പറയുമ്പോ കമല പറയുവാണ്, ഒരു പ്രശ്നവുമില്ല, എനിക്കിപ്പോ സമാധാനമായി. ഇപ്പോ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ന്യായീകരിച്ചാലും എനിക്ക് സമാധാനം തന്നെയാ പറഞ്ഞിട്ട് കമൽ അങ്ങോട്ടേക്ക് പോകും. ഈ കഴിയുമ്പോ ദേഷ്യത്തോടു കൂടി തന്നെ ശിവൻ പറയുവാണ്, ഇത് എന്തൊരു ജന്മമാണ്. സമയം തന്നെ ഗംഗാധരൻ ചോദിക്കുവാണ്, എന്തിനാ അവളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? ഉപദേശിച്ചിട്ട് കാര്യമില്ലെങ്കിൽ അങ്ങ് വിട്ടാൽ പോരെ. ഈ സമയം തന്നെ ശിവൻ പറയുവാണ്, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാ എന്റെ മോൻ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്. അന്നേ കാരണം നോക്കി ഒന്ന് കൊടുക്കേണ്ടതായിരുന്നു, അത് ഞാൻ ചെയ്തില്ല.
ഇപ്പോ ചെയ്യാം, പക്ഷേ അതിന്റെ ബാക്കി ഞാൻ തന്നെ അനുഭവിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് വേണ്ടെന്ന് വെക്കുന്നേ ഉള്ളൂ. രണ്ടെണ്ണം തിരിച്ചു പറയുമ്പോൾ നമുക്കൊരു മനസുഖമെങ്കിലും കിട്ടുമല്ലോ കേട്ടാ എന്ന് പറയുവാണ്. സമയം തന്നെ അവർ രണ്ടുപേരും സംസാരിക്കുവാണ്. നമുക്ക് എന്തായാലും ഇനി വൈജയന്തിയെ കൊണ്ട് അങ്ങോട്ടേക്ക് വിടണമല്ലോ അങ്ങനെ പറഞ്ഞിട്ട് എന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.